ഏതോ ഒരു കുടുംബത്തിലെ 4 നായന്മാർ NSS നിന്ന് രാജിവെച്ചു. അപ്പോൾ ആര് ചോദിച്ചാൽ അവർക്ക് പോയി, അല്ല നമുക്കെന്താ? ഇപ്പം ചങ്ങനാശ്ശേരിയിലുള്ള 4 നായന്മാർ, ഒരു കുടുംബത്തിലെ 4 നായന്മാർ NSS നിന്ന് രാജിവെച്ചു എന്ന് ടി വിയിൽ എഴുതി കാണിച്ചാൽ അതിൻ്റെ അർത്ഥം കേരളത്തിലുള്ള മുഴുവൻ നായന്മാരും NSS നിന്ന് രാജിവെക്കുമെന്നാണോ? അല്ല, അവർക്ക് എന്തോ ആവശ്യം. അവരാരാന്ന് ആ പേപ്പറിൽ വന്നപ്പോഴാണ് അവരെ പറ്റി അറിഞ്ഞത് തന്നെ. ടി വി പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ കുടുംബം ഉണ്ടെന്നും അവർ 4 പേര് നായന്മാരായിരുന്നും അവർ രാജിവെച്ചെന്ന്. അത് ജനറൽ സെക്രട്ടറിയോടല്ല, അത് അവർ NSSനെതിരാണ്. പത്തനംതിട്ടയിൽ ഫ്ലെക്സ് ബോർഡ് വെച്ചു. ഈ പത്തനംതിട്ടയിലാണല്ലോ NSSനെതിരായിട്ടുള്ള കേസ്. എന്ത് നായര്, എന്ത് പുലയര്, എന്ത് പറയര് എന്ന് പറഞ്ഞാൽ ഈ നായര് നായര് നായര്, പുലയര് പുലയര് എന്തെന്ന് പറഞ്ഞാൽ ഇവർ രാജിവെച്ചാലെന്നാ, രാജിവെച്ചില്ലേലെന്താ, ജോലിക്ക് കയറിയാലെന്താ, കയറിയില്ലേലെന്താ. പ്രത്യേകിച്ച് അവർക്ക് കൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. കുറേ സംഘടനകൾ ഉണ്ടാക്കി, കാര്യം പറഞ്ഞാൽ അവർ സമരത്തിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ പറയുന്ന സംഘടനകൾ, അത് ഏത് സംഘടനയാണെങ്കിലും മുഴുവൻ വെട്ടിപ്പും തട്ടിപ്പും പാരവെപ്പൊക്കെ തന്നെയാണ്. പിന്നെ എന്ത് നായര്, എന്ത് നായര്, അതിൽ മനുഷ്യരായിട്ട് കാണാൻ പിടിക്കും. എത്ര മന്ത്രിയാണെങ്കിൽ പോലും നായർ രാജിവെച്ചാലും നായർ ജോലി ചെയ്താലും ഇവിടെ ഇപ്പോൾ ഒന്നും സംഭവിക്കാതെ പോകില്ല. കേരളത്തിൽ പ്രത്യേകിച്ച് മാറ്റവും വരില്ല. ഇത് പറഞ്ഞാൽ ഈ ജാതി നായര് നായര്